ഇന്ന് എനിക്കൊരു വാം വെൽക്കം കിട്ടിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. വളരെ നല്ല രീതിയിൽ തന്നെ അനിത മാം എന്നെ വെൽക്കം ചെയ്തു. താങ്ക് യു മാം. അപ്പോ എന്നെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അനിത മാം. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ പേര് മായ എന്നാണ്. കമ്പനിയിൽ SR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്വദേശം പാലക്കാട് വണ്ടിത്താവളമാണ്. ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഏറ്റെടുത്തത് എന്റെ അച്ഛന്റെ സഹോദരിയായിട്ടുള്ള വിശാല് മാമിൽ നിന്നാണ്. അപ്പോ ഒരുപാട് താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ് വിശാല് മാമിന്റെ അടുത്ത്. കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എന്റെ കയ്യിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. ആ ഒരു നിലയ്ക്ക് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാൻ പ്രസന്റേഷൻ, അല്ലെ? നമ്മുടെ കമ്പനിയുടെ ഫിജി കാർട്ടിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലത്തെ ഓരോ കാര്യങ്ങളും, അല്ലെ? കാരണം ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻ പ്രസന്റേഷൻ ആണ്. അപ്പോൾ അത്രയും വൃത്തിക്ക് നമുക്ക് ഓരോ സ്ലൈഡുകളും നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോ ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന് 4 തരത്തിൽ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലത്തെ ഒരു 4 ടൈപ്സ് പ്ലാൻ ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റത്തേത് ബിസിനസ് പ്ലാന്, അതേപോലെ തന്നെ നോർമൽ പ്ലാന്, ദെൻ സിറ്റുവേഷൻ പ്ലാന്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി പ്ലാന്. ഇതില് ഫസ്റ്റത്തേത് ബിസിനസ് പ്ലാൻ, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു പ്ലാന് പറയുമ്പോൾ, നമ്മുടെ മാസ്റ്റർ പ്ലാന് പ്രസന്റ് ചെയ്യുന്ന ടൈമില് ഈ ഒരു പ്ലാൻ കൊടുക്കുന്നത് നമ്മൾ ആർക്കായിരിക്കും? പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികളിലെ അവർക്കായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന് കൊടുക്കുന്നുണ്ടാവുക. അതായത് ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ നല്ലൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെ ഒരുപാട് നല്ല പ്രൊഫഷണൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ഈ ഒരു പ്ലാന് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? കാരണം നോർമൽ ആയിട്ടുള്ള ഒരു ടോക്ക് നമുക്ക് അവിടെ സാധ്യമല്ല. ഒരു സർ അല്ലെങ്കിൽ ഒരു മാഡം എന്ന റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് തുടങ്ങേണ്ടത്. അപ്പോ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് നമ്മൾ സാധാരണയായിട്ട്, അല്ലെ? സാധനങ്ങൾ എന്ന് പറയുക. അപ്പോ ഇത്തരം ആളുകളുടെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ പ്രോഡക്ട്സ്, സാധനങ്ങൾ എന്ന ആ ഒരു വേർഡ് മാറ്റിയിട്ട് പ്രോഡക്ട്സ് എന്ന് യൂസ് ചെയ്യുക. അതുപോലെ ചേർക്കുക അല്ലെങ്കിൽ ചേരുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? നിങ്ങൾ ചേരുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം അസോസിയേറ്റ് ചെയ്യുക. അങ്ങനെ നല്ല നല്ല വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്ത് വളരെ നമ്മുടെ കമ്പനിയിൽ ഇത്രയും നല്ലൊരു സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട്, അതായത് നല്ലൊരു കൺസെപ്റ്റ് ആണ്, അപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു രീതിയിൽ നല്ല റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു പ്ലാൻ നമുക്ക് അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നോർമൽ പ്ലാൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ടൈപ്പാണ് നോർമൽ പ്ലാൻ. അതായത് നമ്മൾ വീട്ടമ്മയായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന സമയത്ത് വളരെ അങ്ങനെ എന്താ പറയാ, പ്ലാനൊക്കെ നല്ല അച്ചടിച്ച പോലെ അങ്ങനെ പ്രസന്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും നമുക്ക് ഈ ഒരു നോർമൽ പ്ലാൻ കൊടുക്കുന്ന ടൈമിൽ ആവശ്യമില്ല. കാരണം അവർ എഡ്യൂക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ബാക്ക്വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറം ലോകമായിട്ട് കുറച്ച് പുറകിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം, പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളായിരിക്കാം ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യക്തികളോട് പോയിട്ട് നമ്മൾ ഇത്ര കോടികൾ കിട്ടും, അല്ലെങ്കിൽ ഇന്ന റാങ്കുകൾ ഉണ്ട്, ഇതൊന്നും പറയേണ്ട, വല്ലാതെ അങ്ങോട്ട് സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അവരുടെ രീതിക്ക് അനുസരിച്ച് അവരുടെ വീക്ക് പോയിന്റ് എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് ടൈപ്പ് സിറ്റുവേഷൻ പ്ലാൻ ആണ്. അതായത് ഇപ്പോ പല ഫാമിലീസും ക്യാഷിന്റെ ഇഷ്യൂ കാരണം ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാതിരിക്കുന്ന സാഹചര്യം കാണാറുണ്ട്. അപ്പോ പലതരത്തിലുള്ള സിറ്റുവേഷൻ, അവരെ കടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കാം. അപ്പൊ അങ്ങനെ അവരുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ടൈപ്സിലുള്ള പ്ലാൻ പ്രസന്റേഷൻ രീതി നമ്മൾ അവിടെ അവൈലബിൾ അല്ല. കാരണം അവർക്ക് എന്താ പറയാ, അവരുടെ വരുമാനം, ഒരു എക്സ്ട്രാ വരുമാനം, അല്ലെങ്കിൽ കുറച്ച് വരുമാനം അവർക്ക് കിട്ടണം, അല്ലെങ്കിൽ അവരുടെ കടങ്ങൾ തീർക്കാനുള്ള ഒരു എമൗണ്ട് കിട്ടണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് ഓരോ പേജും നന്നായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. നമ്മൾ നേരെ ഇതിന്റെ ബെനിഫിറ്റുകൾ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലേ? കാരണം ഈ ഒരു നിലയിൽ തന്നെ നിങ്ങൾക്ക് ഇരുന്നാൽ മതിയോ? ഈ
ഒരു ജീവിതത്തിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വേണ്ടേ എന്ന രീതിയിൽ ആ ഒരു തരത്തിൽ അവരോട് സംസാരിച്ച് പ്ലാൻ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ലാസ്റ്റത്തെ ടൈപ്പ് ഓപ്പർച്യൂണിറ്റി പ്ലാൻ ആണ്. ഇത്തരം പ്ലാനുകൾ നമ്മൾ കൊടുക്കുന്നത് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കണം നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാന് പ്രസന്റ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണോ എന്ന ഒരു നോക്കിംഗ് ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ചില ആളുകൾക്കൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളാവാം. അപ്പോ എക്സ്ട്രാ ഒരു ഇൻകം അവർക്ക് നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കൺസെപ്റ്റ് ആണ് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു 4 ടൈപ്പാണ് ഞാനിപ്പോ പറഞ്ഞത്: ബിസിനസ് പ്ലാന്, നോർമൽ പ്ലാന്, സിറ്റുവേഷൻ പ്ലാന്, അതുപോലെ ഓപ്പർച്യൂണിറ്റി പ്ലാൻ. അതുപോലെ തന്നെ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ നമ്മൾ കൊടുക്കുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ പ്ലാന് പറഞ്ഞ ടൈമിലാണെങ്കിലും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക്, ആ ഒരു വ്യക്തിക്ക് നമ്മളെ മേലൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവര് നമ്മളെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ക്ലോസിംഗിലേക്ക് വരികയൊക്കെ ചെയ്യുക, അല്ലെ? നമ്മളെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പറഞ്ഞ് നമ്മളിൽ ഒരു ട്രസ്റ്റ് ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം അവര് ഉണ്ടാവുക. അപ്പോ നമ്മുടെ മേലൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും, ആ ഒരു കുറച്ച് പോയിന്റ്സുകളും കൂടെ ഞാനിവിടെ പറയുകയാണ്. അതിൽ ഫസ്റ്റ് വൺ നോളേജ് ആണ്. അതായത് നമ്മുടെ കമ്പനീനെ കുറിച്ചിട്ട്, ഫിജിക്കാർഡിനെ കുറിച്ചിട്ട്, അതിന്റെ മാനേജ്മെന്റ് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ പ്രാധാന്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ഫിജിക്കാർഡ് നമ്മുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇന്ന കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം അവര് പ്ലാൻ പറയുന്നതിന്റെ ഇടയിലായിരിക്കാം ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമുക്ക് അതിന് ആൻസർ പറയാനുള്ള ഒരു കാപ്പബിലിറ്റി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെങ്കിൽ നോളജ് ഇസ് മസ്റ്റ്, അല്ലെ? അപ്പൊ നോളേജ് ആണ് നമ്മുടെ എല്ലാ പവറും. അപ്പോ അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കമ്പനീനെ പറ്റി നല്ലൊരു അവയർനെസ് അല്ലെങ്കിൽ നോളേജ് ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ്, ജെന്യൂൻ ആൻഡ് കോൺഫിഡന്റ് ടോക്ക്. ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്താണെങ്കിലും പ്ലാൻ പറയുന്ന സമയത്താണെങ്കിലും ഒക്കെയും നമുക്കിവിടെ ഒരു കള്ളത്തരവും പറയാനില്ല. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നത് വളരെ ജെന്യൂൻ ആയിട്ട് നമുക്ക് പറയാം. ഒരു തരത്തിലുള്ള മറച്ചു വെക്കലോ ഒന്നും ഇവിടെ നമ്മൾ പറയേണ്ട കാര്യമേ ഇല്ല. അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ മേലെ സ്വാഭാവികമായിട്ടും അവർക്കൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പ്രസന്റേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് അവർക്കും ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നത് നമ്മൾ ആ ഒരു പറച്ചിലിലൂടെയാണ് മനസ്സിലാക്കുക, അല്ലെ? നമ്മൾ വളരെ കടുകട്ടിയായിട്ടുള്ള കുറെ വാക്കുകൾ യൂസ് ചെയ്തു, കോടികളുടെ കണക്കുകൾ പറഞ്ഞു, അല്ലെങ്കിൽ റാങ്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും ഈ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യേണ്ടതല്ലേ എന്നൊരു തോട്ട് അവർക്ക് വരും. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ഈ ഒരു പ്ലാന് പ്രസന്റ് ചെയ്യണം. അപ്പൊ തന്നെയായിരിക്കും നമ്മുടെ മേലെ ഒരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടാവാനായിട്ട് സഹായിക്കുക. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ്, ബി എ ഗുഡ് ലിസണർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാവണം, അല്ലെ? നമ്മള് ഈ ഒരു കമ്പനീനെ എങ്ങനെയെങ്കിലും ഇവരൊന്ന് ജോയിൻ ചെയ്താൽ മതി എന്നൊരൊറ്റ വിചാരത്തിൽ എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ. വേഗം ഒന്ന് പ്ലാൻ പറഞ്ഞു തീരുക എന്നുള്ളൊരു ഒറ്റ മൈൻഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതല്ലാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണം എന്ന് അവർക്ക് ഉണ്ടാവും. ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ക്യാഷിന്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അപ്പൊ അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ അവർ പറയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബ്രേക്ക് ഇടാതെ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ്, ഒരു ഗുഡ് ലിസണറും കൂടെ നമ്മൾ ആവുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടാവാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ് ആവാനുള്ള ചാൻസും ഉണ്ടാവും. അപ്പൊ ഒരു നല്ലൊരു ലിസണർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ക്വാളിറ്റി ആണ്. നെക്സ്റ്റ് ഒരു അഞ്ചാമത്തെ പോയിന്റ്, കീപ് പങ്ക്ച്വൽ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ ഒരു ഗസ്റ്റിനെ BOPക്ക് കൊണ്ടുപോകുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പ്ലാൻ അങ്ങനെ കേൾപ്പിക്കാനായിട്ട് ഞങ്ങൾ 10 മണിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഞങ്ങൾ അവിടെ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ പങ്ക്ച്വൽ ആയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ അവിടെ അവൈലബിൾ ആവണം. വല്ല
നേരത്തെ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ അവിടെ എത്താനായിട്ട് പാടില്ല. എങ്ങനെയാണോ നമ്മൾ അവിടെ എത്താന്ന് പറഞ്ഞത്, ഏത് ടൈമിലാണ് എത്താന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് ലീഡറെയാണ് നമ്മൾ കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം വാക്ക് പാലിക്കുക. അതുപോലെ തന്നെ പങ്ക്ച്വൽ ആയിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അവിടെ ചെല്ലാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, അവരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തത് ഡെമോൺസ്ട്രേഷൻ. നമ്മൾ ഈ പ്ലാൻ ഒക്കെ ഇങ്ങനെ ബുക്കിലൊക്കെ കാണിച്ചു കൊടുത്ത്, നമ്മുടെ പ്ലാൻ ബുക്കിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമായിരിക്കും അവരിൽ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻകം പോസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൂഫുകൾ, അതായത് ഫോണിലുള്ള വീഡിയോസ് ആണെങ്കിലും നമ്മുടെ BOPD ആണെങ്കിലും അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ടോക്ക് ആയാലും സ്പീച്ച് ആയാലും ഒക്കെ നമ്മൾ ആ ഒരു ഡെമോൺസ്ട്രേഷൻ സഹിതം നമ്മൾ ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അവര് ട്രസ്റ്റബിൾ ആവും അല്ലെ. അപ്പൊ ഇവര് പറയുന്നത് സത്യമാണല്ലോ, നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡെമോ കൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ പ്രോഡക്റ്റുകളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവും, ഇതൊക്കെ ഇതിൽ ഉണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ അവർക്ക് ഡൗട്ട് വരില്ലേ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ഇതൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇതിന് ലീഡേഴ്സ് ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വീഡിയോസോ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഇൻകം പോസ്റ്ററുകളൊക്കെ നമുക്ക് അവർക്ക് നേരിട്ട് അപ്പോൾ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിക്കും. അവർക്കൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോണ്ട് കമ്പൽ ദം. അവരെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് കമ്പൽ ചെയ്യരുത്. നിങ്ങൾ ഇതിൽ വന്നേ പറ്റൂ, ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചതാണ്, അപ്പോ ഇത്രയും നല്ലൊരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും നമ്മൾ കമ്പൽ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് തന്നെ നമ്മളുടെ ആവശ്യമാണെന്നുള്ളൊരു മൈൻഡ് അവർക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അതേപോലെ നെക്സ്റ്റ് ഒരു 8ാമത്തെ പോയിന്റ് ആണ് കീപ് ഗുഡ് റിലേഷൻഷിപ്പ്. അതായത് ഇപ്പോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പോയി അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കുറച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശ ധാരണ നമുക്ക് കിട്ടില്ല. ഫിസിക്കലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പോയി ചെന്ന ഉടനെ ഒരു 10 മിനിറ്റോളം നമ്മൾ കാഷ്വൽ ആയിട്ട് അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നല്ലൊരു ക്ലോസിങ്, അവരുമായിട്ട് നല്ലൊരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ആയിരിക്കണം ഒരു പ്ലാൻ പറയുകയാണെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ അതിന് മുൻപായിട്ട് അവരുമായിട്ട് നല്ലൊരു ക്ലോസ് ആയിട്ട് മാറണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബി ഹെൽപ്ഫുൾ ആൻഡ് കെയറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഒക്കെ കൊടുത്ത് ഇതിലേക്ക് കൊണ്ടുവരിക എന്നല്ല അർത്ഥം, മറിച്ച് ഇതിലേക്ക് വരാനുള്ള വഴി നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അവർക്ക് തോന്നണം ഇവര് വല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നവരാണ്, നല്ല കെയറിങ് ഉണ്ടല്ലോ എന്നൊക്കെ ഒരു മൈൻഡ് അവരിൽ വരണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ ഒരു പോയിന്റ് ആണ് ബി ട്രാൻസ്പെറന്റ് ആൻഡ് അതായത് നമ്മൾ ഒരു ഒളിവും മറയും ഒന്നും ഇല്ലാതെ ഉള്ളത് കാര്യം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കുക അവരോട്. അല്ലാതെ ഇതില് ഒന്നും എക്സ്ട്രാ നമ്മൾ ഒരു കാര്യം അതിൽ ആഡ് ചെയ്തുകൊണ്ട് പറയേണ്ട ഒരു ആവശ്യം ഇല്ല. നമ്മുടെ കമ്പനിയിൽ എന്താണോ നടക്കുന്നത് അത് റിയൽ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ട്രസ്റ്റ് മറ്റുള്ളവരിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ സംസാരത്തിൽ നിന്നും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നതിലൂടെയൊക്കെ അവർക്ക് മനസ്സിലാവണം കമ്പനി എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവർ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു മൈൻഡ് അവരിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നേരം ഡിസ്കസ് ചെയ്തത്. ഇതിനൊക്കെ ആവശ്യം നമ്മൾ ആദ്യം സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് അല്ലെ. നമുക്ക് അതിന് പലതരത്തിലുള്ള ഓപ്ഷനുകൾ ഉണ്ട്, പലതരത്തില് മോട്ടിവേഷണൽ വീഡിയോസ് കാണാം, നമ്മുടെ ലീഡേഴ്സിന്റെ സ്പീച്ച് കേൾക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും കിറ്റിക്കാട്ടിന് വേണ്ടി മാറ്റി വെച്ച് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ ഒരു പ്ലാൻ പറയാൻ പോവുകയാണെങ്കിൽ കൂടെ അവര് വിചാരിക്കുക ഇവര് വരുമോ,
അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ, അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഒരാളെ കോൾ ചെയ്ത് സംസാരിക്കാനായിട്ട് നമ്മൾ തുടങ്ങുക. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രോസസ്സിലായിരിക്കണം. നമ്മൾ എന്താണോ അവിടെ ചെയ്യുക, ഒരു ഇൻവിറ്റേഷൻ ആണോ കൊടുക്കാൻ പോണത്, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ പ്രസന്റേഷൻ ആണോ കൊടുക്കാൻ പോണത് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അതാണ്. റിസൾട്ട് രണ്ടാമതാണ് അല്ലെ. ഭഗവത്ഗീതയിലൊക്കെ ഒരു വാക്കുണ്ട്, കർമ്മം കർമ്മം നമ്മൾ ചെയ്യുക, ഫലം താനെ സംഭവിച്ചോളും എന്നൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രോസസ്സിൽ വിശ്വസിക്കുക, നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിന് മാത്രം ഫോക്കസ്ഡ് ആവുക. റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല, അത് രണ്ടാമതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രോസസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ഫിജിക്കാർട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഏതൊരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലാണെങ്കിലും ഇവിടെ ഗുഡ് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. ഓൺലി ലേണിംഗ് എക്സ്പീരിയൻസ്, അതായത് മനസ്സിലാക്കുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ ഉള്ളത് അല്ലെ. നമുക്ക് എന്താ പറയാ, കുറച്ച് ഇവര് വരുന്നു പറഞ്ഞിട്ട് ചിലപ്പോ വരാതിരിക്കാം, അല്ലെങ്കിൽ സെയിൽ ക്ലോസ് ആവുന്ന തരത്തിൽ പോകുന്നത് ചിലപ്പോൾ സെയിൽ ക്ലോസിങ് ആവാതിരിക്കാം. പക്ഷെ എങ്ങനെയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടാവണം. എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ്. ആരെയും നമ്മൾ ഇൻവിറ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളായിട്ട് മാത്രം അവിടെ സംസാരിച്ചാൽ മതി. എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ടോക്ക് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മള് പ്ലാൻ ഒക്കെ പറഞ്ഞതിന് ശേഷം ക്യാഷ് ഇപ്പൊ എങ്ങനെ ചോദിക്കും, അങ്ങനെയൊക്കെ ഒരു വിചാരം നമുക്ക് വരില്ലേ. അപ്പൊ നേരിട്ട് നമ്മൾ എന്താ പറയാ, ഒന്നും നോക്കണ്ട, ജിപേ ആണോ മാം അല്ലെങ്കിൽ ക്യാഷ് ആണോ, ഡയറക്റ്റ് ചോദിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ എന്താന്ന് പറയാ, എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പൊ എന്റെ ലീഡർ ആണെങ്കിലും എന്റെ അപ്ലൈൻ ലീഡർ അല്ലെങ്കിൽ എന്റെ SM ലീഡർ ആയിട്ടുള്ള സരസ്വതി മാം ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്റെ അടുത്ത് ഒരു വേറെ പാർട്ട്ണറിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു വ്യക്തിനെ തന്നിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുന്നു ഇവിടെ തരും. അപ്പൊ ഞാൻ കടന്ന് വിറയ്ക്കായിരുന്നു ശരിക്കും പറഞ്ഞു. എങ്ങനെയാണ് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും അടുപ്പില്ലാത്ത ഒരാളെ എങ്ങനെയാണ് വിളിച്ച് സംസാരിക്കുക, എങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് നിന്നിട്ടുണ്ട് സരസ്വതി മാമും. അപ്പൊ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ടാണ് കൂടുതലായിട്ട് കോണ്ടാക്ട് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പരിചയമില്ലാത്ത ആളുകൾക്ക് പ്ലാൻ കൊടുക്കുക, സംസാരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോ പേടിയില്ലാതെ ഒരു വ്യക്തിയോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത് എന്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇതൊരു ഇൻകം ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് പറയേണ്ട കാര്യമില്ല അല്ലെ. ഫിജി കാർഡിന്റെ പ്ലാൻ കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ക്യാഷിന്റെ ഒരു കാര്യമായിരിക്കും. അല്ലാതെ ഈ ഒരു പ്ലാൻ ഇഷ്ടപ്പെടാത്ത ആളുകളായിട്ട് ആരുമില്ല. കാരണം അത്രത്തോളം എന്താ പറയാ, നല്ലൊരു കൺസെപ്റ്റ് ആണ്, നല്ലൊരു പ്ലാൻ ആണ് നമ്മുടെ ഒരു കമ്പനിക്ക് ഉള്ളത് അല്ലെ. അപ്പോ പല ആളുകളും മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാറ്റസ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിജി കാർഡിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്ത് പറയും എന്ന് കരുതിയിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഫിജി കാർഡിൽ നിന്നല്ല, പൊതുവെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് മാറി നിൽക്കുന്ന ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. നമ്മൾ ഒറ്റ കാര്യം തിങ്ക് ചെയ്താൽ മതി, മറ്റുള്ളവരല്ല നമ്മളെ നയിക്കുന്നത്. നമുക്ക് കൈകൾ കാലുകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്, എല്ലാ ക്വാളിറ്റീസും നമുക്കും തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളുടെ ഒരു അഭിപ്രായത്തിൽ മാത്രം വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു സ്റ്റോറി കൂടെ ഞാൻ പറയുന്നുണ്ട്. അതായത് ഒരു ഗ്രാമത്തിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു ശില്പി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശില്പം ഉണ്ടാക്കി. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഫുൾ ഫിനിഷ് ആയി, ആ ശില്പം കറക്റ്റ് എല്ലാം കഴിഞ്ഞ് എന്താ പറയാ ഇരിക്കുന്ന ടൈമില് അവിടെയുള്ള ആളുകൾ വന്നിട്ട് ഓരോ വ്യക്തികളായിട്ട് വന്നിട്ട് എന്ത് പറഞ്ഞു, ഇതിന്റെ മൂക്ക് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ കണ്ണിന് അത്ര പവർ പോരാ, അല്ലെങ്കിൽ വിരലുകൾക്ക് ജീവനില്ലാത്ത പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല 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 അഭിപ്രായങ്ങളും ആര് പറഞ്ഞു, അവിടെയുള്ള ജനങ്ങള്. അപ്പൊ ഇതിനനുസരിച്ചിട്ട് ആ ശില്പി എന്ത് ചെയ്തു, ഓ ശരി നല്ലൊരു കാര്യമായിരിക്കും ഇവര് പറയണമെന്ന് കരുതിയിട്ട് മൂക്കൊന്ന് മാറ്റി ചെയ്തു നോക്കി, കണ്ണ് കുറച്ച് മാറ്റി ചെയ്തു നോക്കി, വിരലുകൾ കുറച്ച് മാറ്റി ചെയ്തു നോക്കി.
അങ്ങനെ ആയി ഇവര് പറഞ്ഞതിനനുസരിച്ചിട്ട് അതിൽ കറക്ഷൻസ് വരുത്തിയപ്പോൾ അവസാനം അത് എന്താ പറയാ വളരെ മോശമായിട്ടുള്ള ഒരു ശില്പമായിട്ട് മാറി എന്നാണ്, ഒരു വികൃത രൂപമായിട്ട് മാറി ആ ശില്പം. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാതോർത്തു. അദ്ദേഹത്തിന്റെ കഴിവിലൊരു വിശ്വാസം ഇല്ലാതെ അദ്ദേഹത്തിന്റെ വാല്യൂ ആണ് അവിടെ കളഞ്ഞത്. ശരിക്കും സ്വന്തം കയ്യൊപ്പ് മറന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പൊ ഇതുപോലെയാണ് ഇവിടെയും സംഭവിച്ചു വരുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഫിജി കാട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എന്തെങ്കിലും വിചാരിക്കൂ, ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സക്സസ് ഉണ്ടാവില്ല എന്നാണ് അല്ലെ. അപ്പൊ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. രണ്ട് ചെവി നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. ഒന്ന് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ കേട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റു ചെവിയിലൂടെ നമ്മൾ വിടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഇവിടെ വലിയ രീതിയിൽ എഫേർട്ട് ഒന്നും എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. സ്മാർട്ട് വർക്ക് മാത്രം മതി ഫിജി കാർഡിലുള്ളത്. അല്ലാതെ ഹാർഡ് വർക്കിന്റെ ഒരു കാര്യം നമുക്ക് ഇവിടെ വരുന്നില്ല അല്ലെ. കുറച്ച് നോളേജും ആറ്റിറ്റ്യൂഡും സ്കില്ലും ഫോക്കസും കുറച്ച് ഡെഡിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതെല്ലാം പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളത് കാര്യമാണ് അല്ലെ. ചില ആളുകൾ പെട്ടെന്ന് റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്ത് പോകും. അത് കണ്ട് നമുക്ക് അസൂയ അങ്ങനെയൊന്നും അല്ല തോന്നുന്നത്. നമ്മളും അതുപോലെ എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരിക. അപ്പോൾ കുറച്ച് എഫേർട്ട്, ആദ്യമൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ 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 അല്ലെങ്കിൽ ആ തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. 200, 250, 500 അങ്ങനെയായിരിക്കും വരുന്നുണ്ട്. പിന്നീട് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് എഫേർട്ടും കൂടുതൽ വരുമാനവും നേടാൻ പറ്റുന്ന വലിയൊരു കൺസെപ്റ്റിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ആളുകളും ഇതിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനെ വിശ്വസിക്കുക, ധൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ ലീഡേഴ്സിന്റെ ഒപ്പവും നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഒപ്പവും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേടുകയാണ്. എല്ലാവിധ സക്സസും എല്ലാവർക്കും കിട്ടും. അപ്പൊ അതിനുവേണ്ടി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോവുക. ലീഡേഴ്സ് ആണെങ്കിലും നമുക്ക് കട്ട സപ്പോർട്ടിനുണ്ട്. അവരുടെ വേർഡ്സും അവര് പറയുന്ന ഗൈഡ് ലൈൻസിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അവര് കറക്ഷൻ ചെയ്തു തരുമ്പോൾ നമ്മൾ അതിനെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അപ്പൊ ഇത്രയും വലിയൊരു കൺസെപ്റ്റ് നമുക്ക് തന്ന, നമുക്ക് ആരാണ് നമുക്ക് തന്ന ആ വ്യക്തിയോടാണ് നമ്മൾ ശരിക്കും താങ്ക്സ് പറയേണ്ടത് അല്ലെ. അപ്പോ ഈ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ശരിക്കും അവര് നമ്മളെ നന്നാവാനായിട്ട് സമ്മതിക്കാത്ത കുറെ വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈവൻ നമ്മുടെ ഫാമിലി ആണെങ്കിൽ പോലും അങ്ങനെയായിട്ട് നന്നാവണത് ഇഷ്ടമല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവില്ലേ. അപ്പൊ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാതിരിക്കരുത്. എത്രത്തോളം നമുക്ക് ക്ഷമ, ഫിജി കാർഡിൽ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് പറയും. ഒന്നിനും ആവശ്യമില്ല, ഒരു ക്വാളിഫിക്കേഷന്റെ കാര്യം ഇല്ല എന്ന് പറയും. 18 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്തേക്ക് വരാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ക്ഷമ എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമ്മുടെ ഫിജി കാർഡിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ക്ഷമയുള്ള വ്യക്തികൾ മാത്രമായിരിക്കും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് മാത്രമായിരിക്കും നേട്ടങ്ങളും അച്ചീവ്മെന്റ്സും ഉണ്ടാവുക. അപ്പോ ഓരോ കാര്യങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു അനിത മാം. താങ്ക് യു ഓൾ.